ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റായിട്ട് നിയമനം നേടിയിരിക്കുകയാണ്. കോട്ടയത്ത് 2014 മുതലുള്ള പരിചയമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകുട്ടനോട് ഇച്ചിരി കൂടുതൽ സ്നേഹമുണ്ട്. ശ്രീകുട്ടനെ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് അവർക്ക് പറഞ്ഞു വിട്ടത്. സത്യം പറഞ്ഞാൽ മിസ്സി നമ്മുടെ വീട്ടിലൊരാളോട് വരുമ്പോൾ എൻ്റെ കുടുംബത്തിലൊരാളോ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ക്രൈസിസ് സമയത്താണ് ഞാൻ ശ്രീകുട്ടനെ അപ്രോച്ച് ചെയ്തിട്ട് നല്ലതായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നൽകട്ടെ. ഗോപി സാറിന്റെ ശിഷ്യരായിരുന്നു. ഗോപി സാർ പറയുമായിരുന്നു, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ശ്രീകുട്ടന് ഇഷ്ടമുള്ളത് ശ്രീകുട്ടൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നൊക്കെയാണ്. ഗോപി സാറിപ്പോ ഇല്ല, എന്നാലും എന്നോട് പറയുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു. വന്നാലും ചെയ്ത് 2025 ഇവിടെ നിന്ന് പോകാൻ പറ്റുക എന്ന് പറഞ്ഞ് ചെറിയ കാര്യമല്ല. കാരണം സന്തോഷമുണ്ട്. സാമ്പിൾസ് 2 നന്നായിട്ട് ലാഗ് ആയെങ്കിലും ആ ടൈമിൽ പഠിച്ചു 6 ടൈമിൽ എഴുതിയത് തന്നെയാണ് റിട്ടേൺ ടെസ്റ്റ് ഇപ്പൊ കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ വളരെ സന്തോഷമുണ്ട്. കുട്ടന്റെ കൂടെ എനിക്ക് ഒരു സാമ്പിള ചെയ്യാൻ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചെയ്ത് ചിലപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സമയം എടുക്കുന്ന ആളാണ്. ഇപ്പൊ ശ്രീകുട്ടനാണ് എനിക്കുള്ളത്. ബോബി സാറുമായിട്ട് മാത്രമേ ഉള്ളൂ SSMR കമ്പനി. ഈ ബോബി സാർ ഒരാളുമായിട്ട് കമ്പനി കൊടുക്കണമെങ്കിൽ അത് വലിയ, കാരണം അതൊരു പതക്കം കൊടുക്കേണ്ട കേസാണ്. കാരണം കൊള്ളാവുന്ന ആൾക്കാരെ സാർ എടുക്കുള്ളൂ. കിട്ടത്തില്ല, ടൈമൊന്നും കിട്ടത്തില്ല. ഇല്ല, ഇവിടെ തന്നെ നിൽക്കുക നമ്മൾ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോയി സ്റ്റേ എടുക്കുകയാണ്. പിന്നെ ശ്രീകുട്ടന്റെ കൂടെ ഇങ്ങനെ വിഷമിച്ചിരുന്നാലും പെട്ടെന്ന് ഹാപ്പി ആക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. പെട്ടെന്ന് തമാശകൾ പറയും, ഭയങ്കര സന്തോഷകരമാക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരാൾ. ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വന്ന് ചിരിപ്പിക്കാൻ വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരാളാണ്. അസീനയുടെ ബർത്ത്ഡേ ഒക്കെ വെക്കുമ്പോഴേക്കും ഞങ്ങൾ സെലിബ്രേഷൻ ഓഫീസിലേക്ക് നന്ദി പറയാനുള്ളത് ബോബി സാറിനോടാണ്. സാർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. സാറ് കൈവിടാതെ സാർ കൂടെ നിന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഗൾഫിൽ പോവുക, അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് ആകുമ്പോഴാണ് ഞാൻ പാർവതിയെ കണ്ട് പരിചയമായതിനു ശേഷം പിന്നെ ഗൾഫ് മുഖം അവിടെ ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും പേരുള്ള നന്ദി.